നമസ്കാരം. നീ എന്തിനാണ് ചരിത്ര പുസ്തകം തലയിണയാക്കി ഉറങ്ങുന്നത് എന്ന ചോദ്യത്തിന് അത് ചരിത്രം പെട്ടെന്ന് മനഃപ്പാടമാക്കാനാണ് സാറേ എന്ന് ഉത്തരം പറഞ്ഞൊരു മിടുക്കനെ ഓർത്തുപോയി. ഇതുപോലൊരു മഹാമിടുക്കനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാം തലച്ചോട്ടിൽ വെച്ച് ഉറങ്ങുന്നതിനാൽ ഹൃദിസ്ഥമാണ്. ഏതു പരീക്ഷയിലും 100-ൽ 97% മാർക്ക് ഉറപ്പാണ്. എല്ലാവരും എന്നെ കുഞ്ഞനെന്നാ വിളിക്കുന്നേ, ഞാൻ എന്നെ വിളിക്കുന്നത് ബിമൽ കുമാർ എന്ന കുഞ്ഞിക്കൂനലിലെ ഡയലോഗ് പോലെ പിണറായിയും പറയുന്നു. ഞാൻ എന്നെ വിളിക്കുന്നത് മിടുക്കൻ വിജയൻ എന്നാണ്. കണ്ടില്ലേ, എനിക്ക് ഭരണാന്ത്യ പരീക്ഷയിൽ ജനം നൽകിയ മാർക്ക് 97%. ആനമുട്ട വാങ്ങിയ ഒരുത്തനോട് പിതാവ് പ്രോഗ്രസ് കാർഡ് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാനത് കൂട്ടുകാരന് കൊടുത്തിരിക്കുകയാണ്. അതെന്തിനാടാ? അവൻ്റെ രക്ഷിതാക്കളെ ഒന്ന് ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞതുപോലെ പിണറായി വിജയൻ നമ്മെ ഒരു പ്രോഗ്രസ് കാർഡ് കാണിച്ച് ഭയപ്പെടുത്തുകയാണ്. അതിൽ 97% മാർക്കുണ്ട്. വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ തല്ല് കിട്ടുമെന്ന് കരുതി പണ്ടത്തെ കുട്ടികളൊക്കെ തന്തപ്പടി ഇടേണ്ട ഉപ്പ് തന്നെത്താൻ ഇടുന്ന പോലെയാണ് പിണറായി വിജയൻ്റെ മാർക്കിടൽ. ഒരു സ്ലേറ്റും പെൻസിലുമാണ് പിണറായി വിജയൻ്റെ കയ്യിലുള്ളത്. അതിൽ ഇഷ്ടം പോലെ എന്തും എഴുതാം, തുടച്ചിട്ട് വീണ്ടും വീണ്ടും എഴുതാം. ഇത്രയൊക്കെ സ്വാതന്ത്ര്യമുണ്ടായിട്ടും പിണറായി തനിക്ക് 100-ൽ 97 മാർക്ക് ഇട്ടുള്ളൂ എന്നത് അത്ഭുതമല്ലേ? വേണമെങ്കിൽ 100 മാർക്ക് സ്വന്തമാക്കാമായിരുന്നു. അങ്ങനെ പരിപൂർണ വിജയമായി പ്രഖ്യാപിക്കാൻ പിണറായി തയ്യാറല്ല. പിന്നാലെ വരുന്നവർക്കും കൂടി വല്ലതും വെച്ചേക്കണമല്ലോ. സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കിയ പിണറായിയാണ് 97% മാർക്ക് അങ്ങ് ഇട്ടുകൊടുത്തത്. ബാക്കി 3 എവിടെ പോയി എന്ന് ജനം ചോദിക്കുകയാണ്. ആ റെയിൽ കൂടി വന്നിരുന്നെങ്കിൽ 100% ഉറപ്പാകുമായിരുന്നു. അതിന് പക്ഷേ കേന്ദ്രം സമ്മതിക്കാതെ പോയി. ഇനി വരുമ്പോൾ ബദൽ മാർഗം കൊണ്ടുവരും. അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോയത്. സർക്കാരിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ അല്ല, പിണറായി കയറിയ കാലം മുതലുള്ള 10 വർഷത്തെ കാർഡാണിത്. ഈ കാർഡ് ജനമാകുന്ന തത്തകളെ കൊണ്ട് എടുപ്പിച്ചിട്ട് വേണം വീണ്ടും ഭരിക്കാൻ വരാൻ. ഈ സംസ്ഥാനം മുടിച്ചു തേച്ച് കഴുകിയ ഒരു ഭരണാധികാരി തന്നെത്താൻ മാർക്കിട്ട് സുഖിക്കുന്നത് കാണുമ്പോൾ ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല. 2021 വാഗ്ദാനം സാമൂഹിക സുരക്ഷാ പെൻഷൻ 2500 രൂപയാക്കുമെന്നായിരുന്നു. എന്നിട്ട് 4.25 വർഷം എടുത്തു 400 കൂട്ടാൻ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനം തൊലി കളയാതെ സർക്കാരിൻ്റെ വായിൽ പഴം തിരികെപ്പോഴാണ് അത് ചെയ്തത്. റബ്ബറിന് 250 രൂപ തറവില പ്രഖ്യാപിച്ചെങ്കിലും വെറും ചണ്ടിയുടെ വില പോലും കർഷകർക്ക് നൽകിയതേയില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരംഭിച്ച കാരുണ്യ പദ്ധതിയും ആശ്വാസകിരണവും കുഴിച്ചുമൂടി. ആശ്വാസകിരണം എല്ലാം പാർട്ടിക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും എന്നതാണ് പിണറായിയുടെ നയം. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഗെയിൽ പൈപ്പ് ലൈനും വിഴിഞ്ഞവും പിണറായി സ്വന്തമാക്കി. തെരഞ്ഞെടുപ്പിന് മുമ്പ് തട്ടിക്കൂട്ട് ഉദ്ഘാടനം നടത്തി വയനാട്ടിലൊരു ടൗൺഷിപ്പ് അങ്ങ് പൊക്കിയെടുത്തു. താക്കോല് വാങ്ങിയവരൊക്കെ തുറക്കാൻ നോക്കിയപ്പോൾ വീടിന് കട്ടിളയും കതകുമില്ല. ഇപ്പോൾ പറയുന്നത് വിഷുവിന് മുമ്പ് അവിടെ കയറി പുറത്തുകൊള്ളൂ എന്നാണ്. കണ്ണൂരിൽ ചെന്നാണ് പിണറായി വിജയൻ പ്രോഗ്രസ് കാർഡ് ഇറക്കിയത്. അതാണല്ലോ പഠിച്ച സ്കൂൾ. ഇപ്പോഴത്തെ പുതിയ ചോദ്യമാണ് രസകരം. ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്? കൊള്ളയുടെയും പിടിച്ചുപറിയുടെയും നീതി നിഷേധത്തിൻ്റെയും മോഷണത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും ഒരു 100 കഥയെങ്കിലും അങ്ങോട്ട് പാടി കേൾപ്പിക്കാനുണ്ട് ഈ നാടിന്. നിങ്ങളല്ലാതെ മറ്റാരും ഇങ്ങനെ വെളുക്കും വരെ നിന്ന് കട്ടിട്ടില്ല സഖാക്കളെ. ശബരിമലയിൽ മോഷ്ടിക്കാൻ ഇനി വല്ലതും ബാക്കിയുണ്ടോ എന്നാണ് സുപ്രീം കോടതി പോലും ചോദിച്ചത്. 23 കസ്റ്റഡി മരണങ്ങൾക്ക് കാരണമായ പോലീസ് നരനായാട്ട് നടന്നത് പിണറായിയുടെ സെൽഭരണത്തിലാണ്. പാവം പിടിച്ച മനുഷ്യരെ കുനിച്ചു നിർത്തി ഇടിച്ച് വളിഞ്ഞരമ്പ് പൊട്ടിക്കുന്ന പോലീസ് ക്രൂരതയുടെ ദൃശ്യങ്ങൾ നമ്മൾ എത്രയോ കണ്ടു. എല്ലാം ഈ മുണഞ്ഞ സർക്കാരിന് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമായിരുന്നു. പിണറായി വിജയൻ വന്നേ പിന്നെയാണല്ലോ അയ്യപ്പൻ അങ്ങ് പ്രശസ്തനായത്. ആഗോള അയ്യപ്പ സംഗമം നടത്തി കോടികൾ തുലച്ചില്ലായിരുന്നെങ്കിൽ ഈ ശബരിമല അയ്യപ്പനെ ആരറിയുമായിരുന്നു? പിണറായി വിജയനൊപ്പം അയ്യപ്പനും ഫ്ലെക്സിലിരുന്നപ്പോഴാണ് 4 ആൾ പുള്ളിക്കാരനെ അറിഞ്ഞു തുടങ്ങിയത്. കവി കൽപ്പറ്റ നാരായണൻ എഴുതിയതുപോലെ 1 കോടി കാലുകളും ഒരൊറ്റ ശിരസും മാത്രമുള്ള പ്രസ്ഥാനം ഒരു ഭയങ്കര പ്രസ്ഥാനമായി മാറുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൊച്ചുകുഞ്ഞ് പോലും എൻ്റെ തല കണ്ടാൽ തിരിച്ചറിയാതെ പോകരുത് എന്ന വാശി പിണറായിക്കുണ്ട്. ഗർഭസ്ഥ ശിശുക്കൾ പോലും പിണറായി എന്ന് കേട്ടാൽ ഉള്ളിൽ കിടന്ന് തുടിക്കണം. ഈ മഹാന്റെ ശിരസ് നാടാകെ പ്രദർശിപ്പിക്കാൻ മുടക്കിയ ലക്ഷം കോടികൾ മതിയായിരുന്നു ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളുടെ വിശപ്പ് മാറ്റാൻ. ഒരുമാതിരിപ്പെട്ട ചാനലുകളെ എല്ലാം ഈ സർക്കാർ വിലക്കെടുത്ത് PR വർക്ക് നടത്തി. ഈ കുടുംബം ടൂറടിച്ചും വിരുന്ന് സൽക്കാരം നടത്തിയും മുടിച്ച കാശ് മതിയായിരുന്നു 100 പാവങ്ങൾക്ക് കൂടി വീട് വെച്ച് കൊടുക്കാൻ. വെറുതെ വീട്ടിലിരിക്കുന്ന മകൾക്ക് കരിമണൽ കർത്താവിൻ്റെ കമ്പനിയിൽ നിന്നും 1.25 കോടി മാസപ്പടി കൊടുപ്പിച്ച ഒരു മുഖ്യമന്ത്രി വേറെ ഏതുണ്ട്? എത്ര കോടികളാണ് ഈ മനുഷ്യൻ്റെ വസതി മോടി പിടിപ്പിക്കാനും
ചാണകക്കുഴി നന്നാക്കാനും കുളത്തിൽ പനിനീര് നിറയ്ക്കാനും ചെലവഴിച്ചത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മനുഷ്യർക്കൊപ്പം നിന്നവരായിരുന്നു. അവർക്ക് ആനയും അമ്പാരിയും പുഷ്പക വിമാനവും വേണ്ടി വന്നില്ല ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് മാത്രം സഖാവ് ഇപ്പോൾ ജനങ്ങളുടെ ഒരു കൈപ്പാട് അകലത്തിലുണ്ട്. തുറന്ന ജീപ്പിൽ കെട്ടിവെച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ്. ജീപ്പിൽ ലിഫ്റ്റ് വെച്ചിട്ടുണ്ടോ എന്തോ. ക്യാപ്റ്റൻ എന്നാണ് ജീപ്പിന് പേരിട്ടിരിക്കുന്നത്. ശരിക്കും പിടിച്ചു നിൽക്കണേ സഖാവേ. വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ ഇരട്ടച്ചങ്ക് ചെന്ന് കമ്പിയിലടിക്കരുത്. സ്വന്തം നാട്ടിൽ പോലും പിണറായി സഖാവിന് ജീവനിൽ കൊതിയുണ്ട്. ജീപ്പിൻ്റെ രണ്ടു വശത്തും കരിമ്പൂച്ചകൾ കാവൽ നിന്നുകൊണ്ടാണ് ഓടുന്നത്. ഖജനാവ് കട്ടുമുടിച്ച് 6 ലക്ഷം കോടി കടമുണ്ടാക്കിയ പുള്ളി പറയുകയാണ്, നിങ്ങൾ അനുവദിച്ചാൽ ഞാനും കുടുംബവും വീണ്ടും വരാം നിങ്ങളെ ഭരിക്കാൻ. അതിനുവേണ്ടി സ്വയം മാർക്കിട്ട് 97 അങ്ങ് ഒപ്പിച്ചു. എന്നിട്ട് മിടുമിടുക്കനായി ഇറങ്ങിയിരിക്കുകയാണ് പിണറായി. ഞങ്ങളല്ലാതെ മറ്റാരുണ്ടോ നിങ്ങൾക്ക് മോക്ഷം നൽകാനെന്ന ചോദ്യം എത്ര പ്രസക്തമാണ്. ഈ സർക്കാർ വീണ്ടും വന്നാൽ 81 വയസ്സുള്ള 3 പടുകിളവന്മാർ തയ്യാറായി നിൽക്കുകയാണ് വീണ്ടും കസേര പിടിക്കാൻ. കാടുപൂട മന്ത്രി ശശീന്ദ്രന് മുഖ്യൻ്റെ പ്രായമാണ്. കരണ്ട് മന്ത്രി കൃഷ്ണൻകുട്ടിച്ചേട്ടനും അതിനടുത്ത് വരും. ഇളം വെയിൽ കൊണ്ടാൽ ബോധം പോകുന്ന പുരാതന കൃതാപുകാരൻ കടന്നപ്പള്ളിയും മത്സരരംഗത്തുണ്ട്. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ വായ തുറന്ന നിലയിലാണ് കടന്നപ്പള്ളിയെ പോലീസ് എടുത്തുകൊണ്ടുപോയത്. ബോധം കെട്ട് വീണു. ആകെയുള്ള ഗുണം മനുഷ്യർക്ക് ശല്യമില്ല, പാട്ടുപാടും എന്നതൊക്കെയാണ്. റോബിൻ പട്ടിയെയും കുളിപ്പിച്ചൊരുക്കി കാക്കയ്ക്കുള്ള ഉരുളയും ഉരുട്ടി വെച്ച് ജലധാരകളും പൊക്കിയടിച്ച് ക്ലിഫ് ഹൗസിൽ കാത്തിരിക്കുകയാണ് കമലേച്ചി. ഭർത്താവിനെ അഭിവാദ്യം ചെയ്യാൻ കണ്ണൂരിലെ വഴിവക്കിൽ കമല കാത്തു നിൽക്കുന്ന രംഗം അതിശയ കാഴ്ചയായിരുന്നു. ധർമ്മടത്തെ വീരപരാക്രമിയാണെങ്കിലും എതിർ സ്ഥാനാർത്ഥിയുടെ മുഴുവൻ ഫ്ലെക്സുകളും മോഷ്ടിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ. എന്തൊരു ധീരനായ പടനായകൻ, ജനനായകൻ. പാവം പിടിച്ച മനുഷ്യൻ്റെ പോക്കറ്റും കൗബീനവും വലിച്ചു കീറി ഉണ്ടാക്കിയ കാശ് കൊണ്ട് PR വർക്കുകൾ നടത്തി താനൊരു മഹാനാണെന്ന് നിഗളിക്കുന്ന ഈ മുഖ്യനോടും പരിവാരങ്ങളോടും ജനത്തിന് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രം. അപ്പോൾ എങ്ങനാ ഒന്നിച്ചങ്ങ് ഇറങ്ങുകയല്ലേ? 5 വർഷം ഭരിക്കുന്ന സർക്കാരിനെ ജനം തൊഴിച്ചിറക്കുന്നതാണ് പതിവ്. അപ്പോൾ പിന്നെ 10 വർഷം ദുർഭരണം നടത്തിയവന്മാരെ തൊഴിക്കുന്ന തൊഴി എമ്മാതിരിയായിരിക്കും. ജി സുധാകരൻ പറഞ്ഞതുപോലെ തേങ്ങയില്ലാത്ത തൊണ്ടാണ് പിണറായി വിജയൻ. ഈ തൊണ്ടിനെയാണ് ഇത്രയും കാലം ഒരു പാർട്ടിയും ജനവും ചുമ്മിയത്. തൊണ്ടഴുകിയ ദുർഗന്ധമാണ് ഈ സർക്കാരിലും പാർട്ടിയിലും. പ്രതിപക്ഷ നേതാവായിട്ട് പോലും ഈ പിണറായി വിജയനെ ചുമക്കുക എന്നത് ഭാരിച്ച ബാധ്യതയാകും സംസ്ഥാനത്തിന്. എനിക്ക് കിടന്നുകൊണ്ടുപോയി ജനത്തെ സേവിക്കാൻ കാരവാൻ വേണമെന്നായിരിക്കും ആവശ്യം. പിണറായി വിജയൻ വീണ്ടും ജനസേവനത്തിനായി വരുന്നത് നോക്കി കിട്ടിയ കസേരകളിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് ഭരണക്കൂറുകാരായ കുറേ അഭയാർത്ഥി വർഗ്ഗങ്ങൾ. 97 മാർക്കിൻ്റെ പ്രോഗ്രസ് കാർഡുമായി വരുമ്പോൾ വലിച്ചു കീറി മുഖത്തെറിഞ്ഞിട്ട് കടക്ക് പുറത്ത് മൂഢന്മാരെ എന്ന് പറയാൻ വെമ്പി നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. നിങ്ങളല്ലാതെ മറ്റാരുണ്ട് സഖാക്കളെ ഇതുപോലെ നികൃഷ്ടമായി നാറാൻ?